ഇങ്ങനൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ, ഇന്നലെ പാർലറിൽ പോയപ്പോൾ ചേച്ചി എന്നോട് ചോദിക്കുക, മുഖത്താകെ ടാനാണല്ലോ മോളേന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിൽ തന്നെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ മിൽക്ക് ഒരു കോട്ടൺ പാഡിൽ മുക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ഈ മിൽക്ക് ഒരു അടിപൊളി ക്ലെൻസർ ആണല്ലേ, എല്ലാവരുടെ ഫേസിലും ഒരേപോലെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഡേർട്ട് റിമൂവറും കൂടെയാണ് കേട്ടോ. ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതാ എൻ്റെ ഫേസിലുള്ള ഡേർട്ട് മുഴുവൻ ഈ കോട്ടൺ പാഡിൽ വിസിബിൾ ആണ്. അതിനുശേഷം നമുക്ക് ഫേസിൽ ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ളത് റൈസ് ഫ്ലോറും ഷുഗറും അതേപോലെ നമ്മുടെ കോഫി പൗഡറും കൂടെയാണ്. ഇരുന്നില്ല കേട്ടോ, ഒരു തക്കാളിയും കൂടെ ആവശ്യമുണ്ട്. ഏറ്റവും പഴുത്ത തക്കാളി ആണെന്നുണ്ടെങ്കിൽ ടാൻ റിമൂവൽ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. ആ തക്കാളിന്റെ ജീവൻ പോണ വരെ ഞാൻ എൻ്റെ ഫേസിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫേസിൽ മാത്രമല്ല നെക്കിലും ടാൻ ഉള്ളതുകൊണ്ട് ഞാൻ നെക്കിലും നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്ത ശേഷം തന്നെ എനിക്ക് ഫേസിൽ ഒരു ഗ്ലോ വിസിബിൾ ആയിട്ടോ. അതിനുശേഷം ഞാൻ ഫേസ് പോയി വാഷ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചെങ്കിലും ടാൻ റിമൂവ് ചെയ്തു. അവസാനമായിട്ട് നമുക്ക് ഒരു ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തത് കുക്കുംബറും പൊട്ടറ്റോയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് ജ്യൂസ് ആക്കാം. എന്നിട്ട് ശേഷം നമുക്ക് വീറ്റ് ഫ്ലോറും അതേപോലെ കോഫി പൗഡറും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് നമ്മൾ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. കുക്കുംബർ ഫേസിനെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കും. അതേപോലെ പൊട്ടാറ്റോ നമുക്ക് ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് തരും കേട്ടോ. വീറ്റ് ഫ്ലോർ നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിന്നിനെ വെക്കാൻ സഹായിക്കും കേട്ടോ. പിന്നെ കോഫി പൗഡർ ആണെങ്കിൽ നമുക്ക് സ്കിന്ന് നല്ല ബ്രൈറ്റനും ചെയ്ത് തരും. അങ്ങനെ ഞാനിത് നെക്കിലും ഫേസിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ഒരു 30 മിനിറ്റ് ആണ് ഞാനിത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചത്. ശേഷം ഞാനൊന്ന് റീ അപ്ലൈയും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഫുള്ള് ഫേസിലും നെക്കിലും അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനൊരു 15 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് ഡ്രൈ ആവുന്നത് എനിക്ക് തോന്നിയപ്പോൾ ഞാനൊന്ന് റിമൂവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഫ്ലോർ ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഡ്രൈ ആയില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതാ റിമൂവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഗൈസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല എഫക്റ്റീവാണ്. ഇതാ ഞാൻ റിമൂവ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസിലുള്ള ടാനൊക്കെ ഏകദേശം ഫുള്ളായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ലുക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിസിബിൾ ആവുന്നുണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും അതേപോലെ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ നല്ലോണം തന്നെ ടാനും റിമൂവ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.